ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ മാലതി വിഷ്ണുവിനെ വെപ്പുകാരനെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഭാമ ദേഷ്യത്തോടെ കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയെയാണ്. ശ്യാമ ശാലിനിയെ വിളിച്ച് ഹൃദയശ്രീ ഹോട്ടലിന്റെ കാര്യവും ശാരികയുടെ കാര്യവും ഒക്കെ തന്നെ പറയുകയാണ്. അല്ല, എൻ്റെ ഭാര്യയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. വിഷ്ണു ഏട്ടാ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം, ഒന്ന് വരാൻ പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും അവിടെ നിന്നിറങ്ങുന്നു. അങ്ങനെ കുടുംബശ്രീയിലെത്തുന്ന വിഷ്ണുവും ശാലിനിയും ഹൃദയശ്രീ ഹോട്ടലിന്റെ ബോർഡ് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ആരാ ഇതൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനി ശബ്ദം ഉയർത്തുകയാണ്. ഞാനടി ഈ ഹോട്ടൽ തുടങ്ങിയത്, എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് ശാരിക പുറത്തേക്ക് വരുന്നു. ഈ നിമിഷം ഈ ഹോട്ടല് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം, അതാണ് നല്ലതെന്ന് ശാലിനി പറയുമ്പോൾ ശാരിക പറയുകയാണ്, പൊളിച്ചു മാറ്റാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടി ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കുടുംബശ്രീയുടെ പകുതി ഞാൻ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ കുടുംബം രണ്ടായി പോകുമെന്നുള്ള ഭയമായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് സ്വന്തം വരുമാനം എന്ന നിലയ്ക്ക് ഞാനൊരു ഹോട്ടൽ തുടങ്ങി, അത്ര തന്നെ. ഇതെന്താണെങ്കിലും പൊളിച്ചു മാറ്റാനും പോകുന്നില്ലെന്ന് ശാരിക പറയുന്നു. ശാരികച്ചി ഇവിടെ ഹോട്ടൽ നടത്താൻ പോകുന്നില്ല, ശാലിനിയായി പറയുന്നതെന്ന് ശാലിനി പറയുമ്പോൾ ഹോട്ടലിന്റെ അകത്തിരിക്കുന്ന ബാലചന്ദ്രൻ ചന്ദ്രബോസിനോട് പറയുകയാണ്, ജാൻസി റാണി ഇറങ്ങിയിട്ടുണ്ടല്ലോ സാറേ, അപ്പോ നമ്മളും ഇറങ്ങിയാലേ പറ്റൂ എന്ന് പറഞ്ഞ് ചന്ദ്രബോസും ബാലേന്ദ്രനും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതേസമയം ഹോട്ടലിന്റെ മുന്നിലുള്ള ബോർഡൊക്കെ ശാലിനി ചവിട്ടി താഴെയിടുന്നു. ചന്ദ്രബോസിനെ കണ്ടിട്ട് ശാലിനി ചോദിക്കുകയാണ്, സാറിനെന്താ ഇവിടെ കാര്യം? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുടുംബകാര്യമാണെങ്കിലേ അത് കുടുംബത്തിനകത്ത് വേണം, അല്ലാതെ പുറത്തല്ല. പിന്നെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൂണിഫോം രാവിലെ ഈ യൂണിഫോം ഇട്ട് ഇറങ്ങുന്നതേ റോഡ് തൂത്തു വരാനല്ല. ഇവിടെ ഒരു പെൺകുട്ടി സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്നും ചില സാമൂഹിക വിരുദ്ധന്മാര് അത് തല്ലിപ്പൊളിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ എന്ന പൊതുപ്രവർത്തകൻ എനിക്കൊരു പരാതി തന്നു. ഈ ഹോട്ടലിന് സംരക്ഷണം വേണമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, ഇതിലും ഭേദം റോഡ് തൂക്കാൻ പോകുന്നത് തന്നെയായിരുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് ദേഷ്യത്തോടെ ശാലിനിയെ തല്ലാനായി കൈയോങ്ങുമ്പോൾ കൈ തടഞ്ഞു വെക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ഭാര്യയെ തല്ലാൻ വേണ്ടിയൊന്നും സാർ ആയിട്ടില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, അതിന് നീ വിഷ്ണു അല്ലല്ലോടാ, കൽക്കിയല്ലേ. ഓ, അപ്പോ സാർ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ? എന്നാലേ ആ കൽക്കിയെ ഞാനങ്ങ് തൂക്കട്ടെടാ എന്ന് ചോദിച്ച് ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കോളറിൽ പിടിക്കുമ്പോൾ കുറുപ്പുമാഷ് ചോദിക്കുകയാണ്, സാർ എന്ത് തോന്നിവാസമായി കാണിക്കുന്നത്? ആ ചെറുപ്പക്കാരൻ സാറിനോട് എന്ത് ചെയ്തു? ഇത് കേൾക്കുന്ന കോൺസ്റ്റബിള് ചന്ദ്രബോസിനോട് പറയുകയാണ്, സാർ ഇത് നമ്മുടെ ACP മേഡത്തിന്റെ അമ്മാവനാണ്. ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് ഒന്നടങ്ങുകയാണ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. നീ പറഞ്ഞില്ലേ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച വേണമെന്ന്, അതധികം വൈകാതെ തന്നെ ഉണ്ടാകും. ഈ ഹോട്ടൽ ഇവിടെ നിൽക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒരു പരാതിയുമില്ലെന്ന് ശാരദാമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന ശാലിനി ദേഷ്യത്തോടെ പറയുകയാണ്, ഈ ഹോട്ടല് ഞാൻ കത്തിക്കും. എന്റെ മോളെ, നീ ഒന്നും മിണ്ടാതിരിക്ക്, നീ കാരണം വിഷ്ണുവിനും കൂടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് ശാരദാമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന ശാലിനി ദേഷ്യത്തോടെ വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിഷ്ണുവും ശാലിനിയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ട്രഷറിയിലെ ആളുകൾ സത്യഭാമയെടുത്ത് പണത്തിനായി വന്നിരിക്കുകയാണ്. വരുന്ന 14-നാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഓർഡർ വരെ കൊടുത്തു. എന്നിട്ട് സമയമായപ്പോ പണമില്ല പോലും. 5 കോടി രൂപയാണ് മാഞ്ഞു പോയത്. ഇനി എല്ലാവരും കാശ് ചോദിച്ചു വരുമ്പോ കൈമലർത്തി കാട്ടിയാ മതിയോ? ഇനി നമ്മൾ വിവാഹം വിളിച്ചിട്ട് വരുന്ന VIP-കളോട് നമ്മൾ എന്ത് പറയാനാ? ട്രസ്റ്റിന്റെ ട്രഷറി ആയിരുന്ന ആരാന്റെ പണം കൈയിട്ട് വാരി 5 കോടി മുക്കിയെന്നോ? ഇത് കേൾക്കുന്ന സത്യഭാമ ദേഷ്യത്തോടെ ഗോപിനാഥ എന്ന് വിളിക്കുമ്പോ പത്രസച്ചായനും എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ഗോപിനാഥൻ പറയുകയാണ്, സത്യം അത് തന്നെ സത്യാമേ, അല്ലെങ്കിലേ നിങ്ങൾ എടുത്ത പണം തിരികെ വെക്ക്. കേൾക്കുന്ന സത്യഭാമ ഒന്നും പറയാനാകാതെ അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.